ഋഷി ചേട്ടാ. നമസ്കാരം. അടൂരിന്ന് വരുന്നു. പക്ഷെ ബാക്കി പറഞ്ഞേ. പഴകുളം. അതാണ് സ്ഥലം. ഓക്കെ, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ബീറ്റ് ബോക്സിംഗ് ആയിട്ട്. അല്ലേ? ഇപ്പൊ പെർഫോം ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. ബീറ്റ് ബോക്സിംഗ് ആണോ അതോ അല്ലല്ല, സിനിമാ നടന്മാരുടെ ആണ്? ഓ, അടിപൊളി, കൊള്ളാം. അപ്പം അടൂർ എന്താണ് ചെയ്യുന്നത്? എന്താണ്? അടൂരല്ല, എനിക്ക് ടെക്സ്റ്റൈൽസ് ആണ്, ഹരിപ്പാട്. ക്ലോത്തിങ് കോസ്റ്റ്യൂമിന്റെ ഒക്കെ. അത് തന്നെ. കൊള്ളാം. അപ്പൊ ഇതൊക്കെ അവിടെ നിന്നാണോ? ഇത് കടയിലെ ഡ്രസ്സാണ്. ഇനി വരുമ്പോ ഞങ്ങൾക്കൊക്കെ കൊണ്ടുവരണ്ടേ? തീർച്ചയായും. ശരി, അപ്പം എങ്ങനെയാണ് നമ്മുടെ പെർഫോമൻസ് തുടങ്ങാൻ പോകുന്നത്? ആദ്യമായിട്ട് പാട്ടാണോ അതോ ഒറ്റയടിക്ക് നമ്മള് വോയിസുകൾ എടുക്കുവാണോ? അല്ല, ആദ്യം മലയാള സിനിമയിലെ ഇപ്പം ശ്രീ ബാബുരാജിന്റെ ജോജി എന്ന സിനിമയിലെ ഒരു വോയിസ്. അപ്പൊ എന്തായാലും നമുക്ക് കേട്ടു നോക്കാം. വിഷമ സമയത്തും വന്നതിൽ സന്തോഷം. ഞങ്ങളുടെ അപ്പന്റെ മരണത്തെക്കുറിച്ച് പല ഊഹാപോഹങ്ങളും ഏറിലുണ്ട്. പടക്കം പൊട്ടിച്ചത് ആചാര വിരുദ്ധമാണെന്ന് പറയുന്നവരുണ്ട്, പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചവരാണെന്ന് പറയുന്നവരുണ്ട്. ഇനി ഇത് രണ്ടും പറഞ്ഞ് നടക്കുന്നവരെ ഞങ്ങൾ നിയമപരമായും കായികപരമായും നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് കള്ളിഷാപ്പിലിരുന്ന് കുശൂശു പറയുന്നവരാണെങ്കിലും ശരി, പള്ളിമേടയിലിരുന്ന് താളത്തിൽ ചൊല്ലുന്നവരാണെങ്കിലും ശരി, ഞങ്ങൾ നിയമപരമായും കായികപരമായും നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ മിമിക്രിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം? സ്കൂളിൽ പഠിക്കുമ്പോൾ മിമിക്രി ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ടെക്സ്റ്റൈൽ ഷോപ്പ് ഇതും കൂടെ എങ്ങനെ കൊണ്ട് നടക്കുന്നു? രണ്ടും കൂടെ അനിയൻ ഷോപ്പിലുണ്ട്. അപ്പൊ അത് ഷോയിന് പോകുമ്പോ മാത്രം ഞാൻ പോയി ഷോയിന് ഇടാനുള്ള ഡ്രസ്സും കൊണ്ട് അങ്ങനെ പോകുന്നു. അതാണ് അല്ലേ? നമുക്കിനി അടുത്ത പെർഫോമൻസിലേക്ക് കടക്കാം. ആരുടെ വോയിസ് ആണ് എടുക്കുന്നത്? അടുത്തായിട്ട് ശ്രീ വിനായകന്റെ വോയിസ്. ഓക്കെ, വിനായകൻ ചേട്ടന്റെ വോയിസ്. അതെന്താണ് ഞാൻ ഇവിടെ വന്നാല് ഇത്താക്ക് കള്ളനുണ്ട്, ഇത്താക്കിന് തോന്നണം. വെറുതെ എന്റെ മണ്ടലിട്ട് കെട്ടുവെക്കാൻ നോക്കലുണ്ടല്ലോ, കുത്തിപ്പണ്ടക്കിരി കളിയും. ഈ ലോകം മുഴുവൻ കള്ളന്മാരാണ്, അവർക്കൊക്കെ നിൽക്കാൻ അറിയാം. എനിക്കും കൊച്ചിന്റെ അപ്പന് മാത്രം അതറിയാതെ പോയി. മൊളി വിഷമിക്കണ്ട, കർത്താവിന്റെ ഇഷ്ടം കള്ളന്മാരാണ്. ഇന്ദ്രജിത്തിന്റെ വോയിസ്. അതെ, ഇനി ഞാൻ പറയാൻ പോകുന്ന ആളാണ് ഈ 5 പേരിൽ ഏറ്റവും കൂടുതൽ അപകടകാരി. ഒരു നാടിനെ പത്തി വിരിച്ച് കാക്കാനും ഒറ്റക്കുത്തിനെ തീർക്കാനും ശേഷിയുള്ള രാജവെമ്പാല. ആരാണ് സ്റ്റീഫൻ നെടുമ്പള്ളി? ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിന് ഇവൻ ഇബിലീസ് എന്ന് പറയും. ക്രിസ്ത്യാനിക്കിടയില് ഇവൻ ഒരേ ഒരു പേരേ ഉള്ളൂ, ലൂസിഫർ. താങ്ക് യു. അടിപൊളി. ഈ ചിരിച്ചോണ്ടാണോ എപ്പോഴും എല്ലാ സ്റ്റേജിലും കീഴടക്കുന്നത്? ആദ്യം വരുമ്പോഴേ ഇങ്ങനെ ചിരിക്കുമ്പോൾ തന്നെ എല്ലാവരും നല്ല കൈയ്യടി തരുമായിരിക്കും അല്ലേ? ഒരുപാട് സ്റ്റേജുകൾ പെർഫോം ചെയ്തിട്ടുണ്ടോ? ഒരുപാട് സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫ്ലോറിൽ വരുന്നത്. ആണോ? ആദ്യമായിട്ടാണ് നമ്മുടെ ഫ്ലോറിൽ വന്നേക്കുന്നത്. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് വെച്ചിട്ട് കയറ്റുമായിരിക്കും. ഇനി നമ്മൾ വിളിക്കുമ്പോൾ അയ്യോ ഞാൻ ബിസി ആയിട്ടോ പിന്നെ വരാം എന്ന് പറയുന്ന രീതിയിൽ ബിസി ആയിക്കോട്ടെ. ഒരിക്കലും പറയില്ല. എന്താണെന്ന് വെച്ചാല് നമുക്കൊരു ഫ്ലോറ് ഇവിടെ തന്നതിൽ നമുക്ക് അഭിമാനമാണ്. ഇപ്പൊ എന്തായാലും ഇനിയും പെർഫോമൻസ് ഉണ്ടോ? ഇല്ലില്ല, ഇനിയില്ല. കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊരു പെർഫോമൻസിനുള്ള ഒരു അവസരം തരട്ടെ? തന്നാലും ഞാൻ സ്വീകരിക്കും. താര തിരുമറി. ഓക്കെ, ഞാൻ നോക്കട്ടെ എന്ത് ട്വിസ്റ്റ് തരാൻ പറ്റും. ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യും. ഡെഫിനറ്റ്ലി യെസ്, നമുക്ക് നോക്കാം അല്ലേ? കൊച്ചോലക്കിളിയെ മരതകാടു തേടുന്നവളെ, കൊച്ചോളം കുറുകും തീരത്തു നീ തേടുവതാരയാണോ? കൊച്ചോലക്കിളിയെ മരതകാടു തേടുന്നവളെ. ഓക്കെ, ഒരു പാട്ട് കേട്ടല്ലോ. അപ്പൊ ഇനി ഈ പാട്ട് എങ്ങനെയാണ് അത് ഡെലിവറി ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ വോയിസിൽ അത് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. ശ്രമിച്ചു നോക്കാം. അല്ല, രാഷ്ട്രീയക്കാരുടെ വോയിസ് എടുക്കാറുണ്ടോ? എടുക്കാറുണ്ട്. ആരുടെ എടുക്കാറുള്ളത്? ഉമ്മൻചാണ്ടി സാറും അതേപോലെ തന്നെ VS അച്യുതാനന്ദൻ സഖാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് പാടുന്നതിലാക്കിക്കോ. നമുക്കൊരു കോമ്പിനേഷൻ പോലെ ആയിക്കോട്ടെ. സെറ്റ്. കൊച്ചോലക്കിളിയെ മരതകാടു തേടുന്നവളെ, കൊച്ചോളം കുറുകും തീരത്തുനിന്ന് തേടുവാനാണോ? തിന്തോം തെയ്താര തകതിമി തിന്തിമി തെയ്താര, തിത്തോം തെയ്താര തകതിമി തിന്തിമി തെയ്താര. പച്ചയിളം മുളകൾ കാറ്റത്താടി പാടുന്ന നേരമാണേ, കൊച്ചോലത്തണലിൽ മറഞ്ഞിരുന്നൊച്ചു വെക്കാതിരിയോ? തിന്തോം തെയ്താര തകതിമി തിന്തിമി തെയ്താര, തിത്തോം തെയ്താര തകതിമി തിന്തിമി തെയ്താര. ഞാനൊന്നും വേണ്ടുന്നില്ല. അവിടെ മാസ്റ്റേഴ്സിനോട് എന്നെ ഡയറക്റ്റ് ചോദിക്കാം. നന്നായിരുന്നു ഋഷി, നല്ലായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇൻസ്ട്രുമെന്റ്സിന്റെ ബീറ്റ്സ് ആണ് ചെയ്തത്. അതെ. അപ്പം സാധാരണഗതിയിൽ ഒരു മിമിക്രി ട്രൂപ്പിൽ സ്റ്റാർസിനെ മാത്രം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ടാവും, ചിലവർ ഇൻസ്ട്രുമെന്റ്സിന്റെ ശബ്ദങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളൊക്കെ പോയിരുന്ന സമയത്ത് അങ്ങനെയാണ്. റിതം ചെയ്യുന്നവർ ഒരിക്കലും സ്റ്റാർ ചെയ്ത് കണ്ടിട്ടില്ല. സ്റ്റാർ ചെയ്യുന്നവർ ഇതുപോലെ ഇൻസ്ട്രുമെന്റ്സ് ആകെ കണ്ടിരിക്കുന്ന അബി മാത്രമാണ് റിതവും സ്റ്റാർസും ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കഴിവും കൂടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിമിക്രി ട്രൂപ്പിനെ സംബന്ധിച്ച് ഭയങ്കര ഗുണം ചെയ്യും ട്രൂപ്പുകൾക്ക്. ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ട്രൂപ്പുകളൊക്കെ ഉണ്ടാവും? ഞാൻ ആദ്യമായിട്ട്
ഫലിത എന്ന് പറയുന്ന ട്രൂപ്പിലാണ്, തിരുവനന്തപുരം ഫലിത. പിന്നെ കോട്ടയം കലാഭാവന, കോട്ടയം ഹാസ്യഭാവന. അപ്പോൾ ഒരുപാട് ട്രൂപ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്, ഇത്തരത്തിലുള്ള മൾട്ടി ടാലന്റഡ് ആണെങ്കിൽ എല്ലാ ട്രൂപ്പുകളിലും വിളിക്കും, എല്ലാവരും വിളിക്കും. ഇനി ഈ കോമഡി മാസ്റ്റേഴ്സിൽ വന്നതിന് ശേഷം അത്തരത്തിലുള്ള വില ഒന്നുകൂടി കൂടട്ടെ, ഉയരട്ടെ മാർക്കറ്റിൽ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. പക്രു ചേട്ടാ. റഷീദ് ഭായ് നന്നായി, ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ഈ പറഞ്ഞപ്പോൾ തന്നെ പ്രൊഫഷണലായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന് വേണ്ട പ്രധാന ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സംഭവത്തിലുള്ള ഒരു കോൺഫിഡൻസാണ്. അത് വളരെ കൃത്യമായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നിങ്ങൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഈ ഒരു വേദിയാണ്, കോമഡി മാസ്റ്റേഴ്സിൻ്റെ വേദിയിലാണ് ആദ്യത്തെ ഒരു ലോഞ്ചിങ്. ഇതൊരു നല്ല തുടക്കമാവട്ടെ. താങ്ക് യു. ചേട്ടാ. നന്നായിരുന്നു കേട്ടോ, അസലായിരുന്നു. ആ കൊച്ചോലക്കിളിയിൽ അച്യുതാനന്ദൻ്റെ ആ ഏരിയ വരുമായിട്ട് നല്ല രസമായിരുന്നു. എന്താ അത്, പിന്നെ നടന്മാരുടെ വോയിസ് എല്ലാം നല്ലതായിരുന്നു, നല്ല രസം, നല്ല ശബ്ദമാണ്. ശിവയുടെ ഉഗ്ര ശബ്ദമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ആ ഒരു പറഞ്ഞ പോലെ തന്നെ പ്രൊഫഷണലാണെന്നുള്ളൊരു ഫീലാണ് ഏറ്റവും ഒരു ആർട്ടിസ്റ്റ് നിൽക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ ആ പറയുന്ന രീതി. അപ്പോൾ എന്തായാലും ഇത് ഈ ഫ്ലോർ ഫസ്റ്റ് ടൈം ആണെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് മറ്റുള്ള വേദികൾ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടാവും. എന്നാലും അതിലും കൂടുതൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആവട്ടെ, എല്ലാവരും അറിയപ്പെടുന്ന ഏറ്റവും വലിയ മിമിക്രി താരമായി മാറട്ടെ, സിനിമയിലൊക്കെ വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്.